ഹായ് ഫ്രണ്ട്സ്, ചന്ദ്രകാന്തത്തിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് കമ്മീഷണർ ഓഫീസിൽ ഗൗതം സാറ് ഇരിക്കുകയായിരിക്കും. എന്നിട്ട് കമ്മീഷണർ പറയും, ഗുരുതരമായൊരു പരാതിയാണ് തൻ്റെ മേൽ വന്നിരിക്കുന്നത്. പണ്ട് ആ ചന്ദ്രചൂഡൻ്റെ വകയായിരുന്നു പരാതി, ഇത്തവണ അത് ഭാര്യയുടേതായി. എന്ത് ചെയ്യും? ഇനി അളകനന്ദയോട് പോയി പറഞ്ഞിട്ട് ഈ പരാതി പിൻവലിക്കാൻ പറയണം, എന്നാലേ നിനക്കൊരു ഇതുണ്ടാവുള്ളൂ എന്നൊക്കെ പറയും. ഞാൻ ഒരിക്കലും അവളുടെ മുന്നിൽ പോയിട്ട് നിൽക്കില്ല, എന്തായാലും ജയിൽ തന്നെ വിധി എന്നൊക്കെ ഗൗതം ഇങ്ങനെ പറയും. ഗൗതം പറയും, എന്തായാലും സാറ് പറഞ്ഞ അറിവല്ലേ നന്ദയ്ക്ക്, സാറ് പറഞ്ഞത് കൊണ്ടല്ലേ നന്ദ അവളുടെ അച്ഛൻ റിട്ടയർമെൻറ്റ് ചെയ്തിട്ടും ഞാൻ വിളിച്ചുകൊണ്ട് പോയത് അറിഞ്ഞത് എന്നൊക്കെ ഗൗതം ഇങ്ങനെ പറയും. അപ്പോൾ കമ്മീഷണർ പറയും, പക്ഷേ ഞാൻ നന്ദ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയും. കമ്മീഷണർ പറയും, തനിക്കെതിരെ നന്ദ അതൊരു ആയുധമാക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. അതിൻ്റെ അമർഷവും വിശ്വാസവഞ്ചനയും എനിക്കുണ്ട് പറയും. അപ്പോൾ ഗൗതം പറയും, ഞാൻ എന്തായാലും അവളുടെ മുന്നിൽ പോയി നിൽക്കില്ല, അതിലും ഭേദം ജയിൽ തന്നെ എന്നൊക്കെ പറയും. അപ്പോൾ കമ്മീഷണർ പറയും, 1000 കുറ്റവാളി ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ് ഈ നിയമസംഹിതയുടെ ഉത്തരവാദിത്വം എന്നൊക്കെ പറയും. അപ്പോൾ ഗൗതം പറയും, നന്ദയോട് എന്തായാലും ഞാൻ യാചിക്കില്ല എന്നൊക്കെ പറയും. അപ്പോൾ പോലീസ് പറയും, എന്തായാലും നീ നന്ദയുടെ നമ്പർ സെൻഡ് ചെയ്യും, ഞാൻ ചോദിച്ചോളാം എന്നൊക്കെ പറയും. എന്നിട്ട് ഗൗതം നമ്പർ കൊടുത്തിട്ട് തിരികെ പോകുന്നു. പിന്നെ കാണിക്കുന്നത് ഇന്നീവരത്തിലാണ്. ഇന്നീവരത്തിൽ ഗൗതത്തിൻ്റെ അച്ഛൻ പറയും, അവളുടെ അച്ഛൻ മരിച്ചത് കാരണം എൻ്റെ മോൻ അവളെ തലയിൽ കയറ്റി വെച്ചു, എന്നിട്ടിപ്പോൾ എന്താ ഉണ്ടായത്? അതിൻ്റെ പേരിൽ എൻ്റെ മോനെ ജയിലിലാക്കാനല്ലേ അവളുടെ ശ്രമം എന്നൊക്കെ പറയും. അപ്പോൾ വല്യമ്മ പറയും, നാഴികക്ക് 40 വട്ടം ഞാൻ പറഞ്ഞതാ ഇത് വേണ്ട വേണ്ടാന്ന്. ഇപ്പം പാല് കൊടുത്ത കൈക്ക് തന്നെ അവൾ കൊത്തിയില്ലേ, അല്ല നെറുകയിൽ തന്നെ കൊത്തി എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ലക്ഷ്മി പറയും, നന്ദമോൾ തന്നെ ഈ പരാതി കൊടുത്തെന്ന് എന്താ നിങ്ങൾക്ക് ഇത്ര ഉറപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി ഇങ്ങനെ പറയും. അപ്പോൾ ഗൗതത്തിൻ്റെ അച്ഛൻ ലക്ഷ്മിയെ അടിക്കാനായിട്ട് ഓങ്ങുന്നു. ഒരൊറ്റ അടിയാണ്ട് വെച്ച് തന്നാലുണ്ടല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ പിങ്കി പറയും, നന്ദയ്ക്ക് മാത്രമല്ലേ അറിയുള്ളൂ അച്ഛൻ റിട്ടയർമെൻറ്റ് ചെയ്തിട്ടും ഗൗതം ജോലിക്ക് വിളിച്ചു കൊണ്ടുപോയത്, എന്നിട്ടും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ, കഷ്ടം പറയുന്നൊക്കെ. എന്നിട്ട് വല്യമ്മേനെ വിളിക്കും. അവൾ ഇത് ചെയ്യാനുള്ള മോട്ടീവ് മനസ്സിലാവില്ലേ, ഇവിടുന്ന് പുറത്താക്കിയതിനുള്ള തക്കതായ മറുപടി തന്നെ കൊടുത്തു, വൈരാഗ്യം. അപ്പോൾ മോഹിനി പറയും, എന്നാലും ഇതൊക്കെ എങ്ങനെ, ഇതൊരു കടുങ്കയായി പോയി എന്ന് പറയും. അപ്പോൾ പ്രിയേച്ചി പറയും, എന്തായാലും ഗൗതം വരട്ടെ, വിചാരണ എന്നിട്ട് മതി എന്നൊക്കെ പറയും. അപ്പോൾ അച്ഛൻ പറയും, നിങ്ങൾക്ക് അവൾ എന്താ വല്ല കൈവശം തന്നായി, എന്തൊക്കെ ഇതായാലും പഠിക്കില്ല പറയും. അപ്പോൾ പ്രിയേച്ചി പറയും, കൈവശമൊന്നും ഞങ്ങൾക്ക് തന്നിട്ടില്ല, ഒരാളെ തിരിച്ചറിയാൻ അവരുടെ സ്വഭാവം അറിഞ്ഞാൽ മതിയെന്ന് പറയും. അപ്പോൾ പിങ്കിക്ക് ദേഷ്യം വരും. അപ്പോഴാവും അങ്ങോട്ട് ഗൗതം വരുന്നത്. അപ്പോൾ അച്ഛൻ, മോനെ എന്തായടാ ചോദിക്കും. അപ്പോൾ വല്യമ്മ, എന്തായി മോനെ ചോദിക്കും. അപ്പോൾ ഗൗതം പറയും, കൂടുതൽ എന്താ അറിയാനാ, അറിഞ്ഞതൊക്കെ എന്നെ പറയും, നന്ദയ്ക്ക് മാത്രം അറിയാവുന്ന ആ രഹസ്യം വേറെ ആർക്കും അറിയില്ല. അപ്പോൾ നന്ദ തന്നെയാണ് ആ പരാതി കൊടുത്തത് എന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കുന്ന പിങ്കി പറയും, ഓഹോ ഞാനും അത് തന്നെയല്ലേ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് പറയും. അപ്പോൾ വല്യമ്മ പറയും, ഇനി എന്ത് ചെയ്യാനാ മോനെ, എന്താ അടുത്ത നടപടി എന്ന് പറയും. അപ്പോൾ ഗൗതം പറയും, നിയമപരമായി ഞാൻ നേരിടും, അത്ര തന്നെ പറയും. അപ്പോൾ ഗൗതത്തിൻ്റെ അച്ഛൻ പറയും, എന്നാൽ പിന്നെ അവളെ അങ്ങ് വെട്ടി അരിഞ്ഞ് തുണ്ടം തുണ്ടമാക്കിയിട്ടേ കായലിൽ തള്ളടാ, എന്നിട്ട് നീ ജയിലിൽ പോവാ, അതിനുണ്ടടാ അന്തസ്സുണ്ട് പറയും. അപ്പോൾ ഗൗതം പറയും, വേണ്ടച്ചാ, ഇത് ഞാൻ സ്വയം എടുത്തതല്ലേ, അതിന് പകരമായി സ്വയം എന്നെ തന്നെ ക്രൂശിക്കട്ടെ, അവൾ ഇതുകൊണ്ട് തൃപ്തി അടങ്ങട്ടെ, കൊല്ലാനായാലും വളർത്താനായാലും ആ നന്ദിക്കെട്ടവളുടെ മുഖം ഇനി എനിക്ക് കാണണ്ട, ആദ്യമായിട്ടും എന്നേക്കുമായിട്ടും അവൾ എനിക്ക് കാണണ്ട, എല്ലാം അവസാനിക്കട്ടെ ഇതോടെ എന്നൊക്കെ പറയും. അപ്പോൾ പിങ്കിക്കും വല്യമ്മയ്ക്കും അച്ഛനൊക്കെ സന്തോഷമാവും. അപ്പോൾ അച്ഛൻ വിചാരിക്കും, എൻ്റെ മോൻ്റെ ജീവിതത്തിൽ ഇനി അവളില്ല, എന്നിട്ടിങ്ങനെ ചിരിക്കും. അപ്പോൾ പിങ്കിയുടെ മനസ്സ് ഭയങ്കരമായിട്ട് ഹാപ്പിയിലാവും. പിന്നെ കാണിക്കുക, ഗൗതം ഇങ്ങനെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അവിടേക്ക് അമ്മയും പ്രിയേച്ചിയും വരുന്നു. എന്നിട്ട് ലക്ഷ്മി, മോനെ ഗൗതം അമ്മ ഒന്ന് പറയട്ടെ പറയും. അപ്പോൾ ഗൗതം പറയും, അമ്മ ഒന്നും പറയണ്ട, മോൻ കേൾക്ക് മോനെ പറയും. കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ പറയും. അപ്പോൾ പ്രിയേച്ചി പറയും, എന്തായാലും ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയും, അത് ഞങ്ങളുടെ കർത്തവ്യമാണ്, നിനക്ക് വേണമെങ്കിൽ കേട്ടാൽ മതി എന്നൊക്കെ പറയും. എന്നിട്ട് ലക്ഷ്മി പറയും, മോനെ എന്തായാലും നന്ദമോൾ ഇത് ചെയ്യില്ല, ഇങ്ങനെ ചതിക്കില്ല പറയും. അപ്പോൾ ഗൗതം പറയും, ചതിയല്ല, നന്ദികേട്, വിശ്വാസവഞ്ചനയാണ് അവൾ ചെയ്തത് എന്നൊക്കെ പറയും. എൻ്റെ ജീവിതം അവൾക്ക് വേണ്ടി ഞാൻ ഭിക്ഷ വെച്ചില്ലേ, എൻ്റെ കുടുംബത്തെയും ഞാൻ അവൾക്ക് വേണ്ടി മാറ്റി വെച്ചില്ലേ, എന്നിട്ടും അവൾ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നൊക്കെ പറയും. ഞാൻ അവളെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയല്ലേ നോക്കിയത് എന്നൊക്കെ പറയും.
അപ്പോൾ ലക്ഷ്മി പറയും, മോനെ ഇത്രയ്ക്കായിട്ട് നിനക്ക് നന്ദയെ മനസ്സിലായില്ലേ? അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നിന്നോടൊന്ന് ദേഷ്യപ്പെടാനോ നിന്നെ അങ്ങനെയൊക്കെ പറയാനോ ഒന്നും നന്ദയ്ക്കാവില്ല മോനെ. നീ ആട്ടിപ്പുറയ്ക്കാൻ്റെ ദേഷ്യമുണ്ടാകും, പക്ഷേ അവളങ്ങനെ നിന്നെ ഒറ്റ കൊടുക്കില്ല. നിന്നെ ശപിക്കാനും അവൾക്ക് പറ്റില്ല മോനെ എന്നൊക്കെ പറയും. അപ്പോൾ പ്രിയേച്ചിയും പറയും, നീ ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിരിക്കണം. എന്തായാലും ആ കത്ത് എഴുതിയത് ആരാണെന്നറിയണം. ആ കത്തിൻ്റെ ഉറവിടം നീ കണ്ടെത്തണം. ഒരിക്കലും നന്ദ അത് ചെയ്യില്ല. ഇനി അഥവാ അത് നന്ദയാണ് ചെയ്തതെങ്കിൽ എൻ്റെയും ലക്ഷ്മിയമ്മയുടെയും പിന്നീട് ഒരിക്കലും അവളുടെ ഒരു മുഖം ഞങ്ങളുടെ മനസ്സിലുണ്ടാവില്ല എന്ന് പറയും. പിന്നെ കാണിക്കുന്നത് കമ്മീഷണറുടെ ഓഫീസിൽ നന്ദ ചെന്നിരിക്കാവും. എന്നിട്ട് കമ്മീഷണറോട് പറയും, ഞാനല്ല ഇത് ചെയ്തത്, വേറെ ആരാണ്, എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയും. അപ്പോൾ കമ്മീഷണർ പറയും, പിന്നെ വേറെ ആരായിരിക്കും ഇത് ചെയ്യുക എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നന്ദ പറയും, എന്തായാലും മേലപ്പാറയിലുള്ളവർക്ക് ഇത് ബാക്കി അറിയുള്ളൂ, പക്ഷെ അവരൊരിക്കലും ഇങ്ങനെ ചെയ്യില്ല, വേറെ ആരോ ആണ് ചെയ്തത്, എന്തായാലും ഇത് ഞാനല്ല പറയും. അപ്പോൾ കമ്മീഷണർ പറയും, എന്തായാലും ഈ പരാതി ഒന്ന് സ്റ്റേറ്റ്മെൻറ്റായിട്ട് എഴുതി തരണം, പിൻവലിച്ചു എന്നുള്ളതിന്. അപ്പോൾ നന്ദ പറയും, എന്ത് വേണമെങ്കിലും ഞാൻ എഴുതി തരാം എന്നൊക്കെ പറയും. അപ്പോൾ പിന്നീട് പറയും, കമ്മീഷണർ പറയും, എന്തായാലും ഗൗതം ഇതിലൊരു അപ്സെറ്റാണ്, എന്തായാലും രാജിവെക്കാൻ വരെ അവൻ തയ്യാറായിരുന്നു, എന്തായാലും നീ ഒന്ന് അവനെ പോയി കാണുക എന്നൊക്കെ പറയും. ഇത് കേൾക്കുന്ന നന്ദയ്ക്ക് ഭയങ്കര വിഷമാവും. അപ്പോൾ നന്ദ ഗൗതത്തിനെ ഫോണിൽ വിളിക്കാൻ നോക്കും. കുറേ നേരം റിങ് ചെയ്താലും ഗൗതം ഫോൺ എടുക്കില്ല, ഫോൺ ഓഫാക്കിക്കൊണ്ടിരിക്കും. പിന്നെയും നന്ദ ഫോൺ വിളിക്കും, എന്നിട്ടും പറ്റില്ല. പിന്നീട് ഒരു പോലീസ് വന്നിട്ട് ഗൗതത്തിനോട് പറയും, സാറിൻ്റെ ഭാര്യ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് പറയും. അപ്പോൾ ഗൗതം പറയും, അവളോട് പൊക്കോളം പറയും, ഞാൻ അവളെ വിളിച്ചോളാം എന്ന് പറയും. എന്നിട്ട് പോലീസ് വന്നിട്ട് നന്ദയോട് പറയും, സാർ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു പറയും. എന്നാലും നന്ദ പോവാതെ അവിടെ തന്നെ നിൽക്കും. പിന്നെ കാണാം ഗൗതം കാറിൽ പോകുന്നത് കാണും. നന്ദ ഓടിച്ചെല്ലും, പക്ഷേ ഗൗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്